നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാനിയെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇപ്പോൾ VSൻ്റെ ചുടുകാട്ടിൽ അദ്ദേഹത്തെ അടക്കിയിൽ അതിനെക്കുറിച്ച് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം കാണാതെ പോകുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു കാര്യം അതിനോട് ചേർത്ത് പറയേണ്ടി വരും. ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ മുസ്ലിം ലീഗിൻ്റെ ആളോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ ആളോ അല്ല, ശിഹാബ് തങ്ങൾ എൻ്റെ നേതാവുമല്ല. പക്ഷെ ഞാൻ ബഹുമാനിക്കുന്നു പറഞ്ഞത്, ആ ശിഹാബ് തങ്ങളുടെ മരണത്തിന് ശേഷം കബറെടുക്കാൻ കൊണ്ടേ മൃതദേഹത്തിനോട് അനുഗമിച്ചവർ 12 കിലോമീറ്റർ വരെയും റോഡ് അവിടെ ബ്ലോക്കായിരുന്നു. അത്രയും ആൾക്കൂട്ടായിരുന്നു. അതെന്ത് കാണാതെ പോകുന്നത്? ഉമ്മൻചാണ്ടിയും VSനെയും നിങ്ങൾ പറയുമ്പോഴേ ബോധപൂർവ്വം മറക്കുന്ന കാര്യമില്ലേ? അത് ആ പറയുന്ന കൂടെ ഈ പത്രക്കാരും അല്ലെങ്കിൽ ചാനലുകാരൊക്കെ ആ ഒരു പേര് മറന്നു പോകുന്നു. അപ്പോൾ ഒരു സമതുലിതാവസ്ഥ വരുള്ളൂ. വേറൊരു കാര്യം, എല്ലാം മുഖ്യമന്ത്രിയിൽ ആരാണ് മിടുക്കുക എന്ന് കാണിഞ്ഞ ഒരു ചാനൽ എന്തോ ചർച്ച ചെയ്ത് അതിൽ CHന്റെ കാര്യം വിട്ടുപോയി. ബാക്കി എല്ലാവരും ചേർത്ത്. അത് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ളൂ. CHന്റെ വോട്ട് കുറവാണെങ്കിൽ തോറ്റു പോട്ടെ, പക്ഷെ അത് കാണിക്കട്ടെ. അപ്പം ഇങ്ങനെയുള്ള അവഗണനക്കെതിരെ ഒരു സമുദായത്തിൽ കാണുന്ന ആ ബോധപൂർവമായ അവഗണന എങ്ങനെ നമ്മൾ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കും? നമ്മൾ സർവ്വസ്നേഹിയാണ്, എല്ലാത്തിനും സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്, പക്ഷപാതം ഒന്നുമില്ല. പക്ഷെ എല്ലാവർക്കും നീതി ലഭിക്കണമെന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ 24 ചാനലിൽ അദ്ദേഹം പറഞ്ഞതും പിന്നെ മറ്റേ റിപ്പോർട്ട് ചാനൽ പറഞ്ഞതൊക്കെ ചില അപാകതയുണ്ടെങ്കിൽ അവർക്ക് ക്ഷമ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അച്യുതാനന്ദന് പകരം കൃഷ്ണൻ പിന്നെ പിണറായി വിജയൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴേ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അശ്രദ്ധ കാണിക്കുന്നത്? ഒരു പ്രാവശ്യം വാക്കർത്ഥം തെറ്റുപറ്റിയേക്കാം, പെട്ടെന്ന് ബോധ്യം തിരുത്തണ്ടേ? അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ഞാൻ പറയുന്നത് ഒരു ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ പറയട്ടെ, എന്നിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം. ഒന്ന്, മുസ്ലിം സമുദായത്തിലെ ചില നമസ്കാര പ്രേമികൾ തീവണ്ടിയിലെ ഫുട്പാത്തിൽ ഇടനാഴിയിൽ ഏതാനും ഒരാൾ മാത്രമല്ല കുറേ അധികം പേരൊന്ന് നമസ്കരിക്കുന്നു. ഇവിടെ പടുവിഡ്ഢികളെ, നിങ്ങൾ എന്ത് ഇസ്ലാമാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ എന്ത് പ്രവാചകനെ നിങ്ങൾ കാണുന്നത്? എന്ത് പടത്തിനെ ആലോചിക്കുന്നത്? മറ്റൊരുത്തര് തടസ്സപ്പെടുത്തി നമസ്കരിച്ചാളുടെ ബുദ്ധിമുട്ടും ശിക്ഷ അറിയോ? ഞാൻ നിങ്ങൾ പറയും, ഇന്നാൾ തൊടുപുഴ ഒരു സ്കൂളിൽ പെൺകുട്ടികൾ നമസ്കരിച്ചവിടെ പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ എന്ത് ഇസ്ലാമാണ് പറയുന്നത്? ഇത്ര മോസ്റ്റ് മോഡേണായ ശാസ്ത്രീയമായി എന്തിനോടും കിടപിടിക്കാവുന്ന ഒരു തത്വസംഹിതയാണ് ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ ഹദീസും. നിങ്ങൾ അങ്ങനെ പാടുപെട്ട് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പബ്ലിക് സ്ഥലമല്ലേ, TV പോകുന്നല്ലേ? നിങ്ങൾക്ക് അങ്ങനെ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇരുന്ന സ്ഥലത്തിലിരിക്കുക. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഖിബിലയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ പടിഞ്ഞാട്ട് നിന്നാണ് നമസ്കരിക്കുന്നത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തികച്ചും കിഴക്കോട്ട് തിരിയുകയാണെങ്കിൽ അത് തെറ്റ് മാത്രമല്ല, വഞ്ചന കൂടിയാണ്. പടിഞ്ഞാട്ടാണെന്നുള്ള നമ്മൾ നെയ്യത്ത് ചെയ്തിട്ട് അതിലൊരു 2 സെന്റിമീറ്റർ 3 ഡിഗ്രി മാറിയാലൊന്നും നമസ്കാരം ബാധ്യമാവില്ല, ഫെയിലാവില്ല. ഇതൊക്കെ ഉപദേശിക്കാനും പറഞ്ഞു കൊടുക്കാനും ഈ മൗലവിമാരും നമ്മുടെ ഉലമാക്കളൊക്കെ എവിടെ പോണത്? സമുദായത്തിൽ മദ്രസയിൽ എന്ത് വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നത്? ഒന്നാമത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ, തീ പിടിക്കുന്ന കാലമാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ. അപ്പം നിങ്ങൾ കുറച്ചുകൂടി വഴിമരുന്നിട്ട് കൊടുക്കണം. എന്തെങ്കിലും മനസ്സിലാകാത്തത്? ഒരു താടിയും കുറച്ച് ഉടുപ്പിട്ട് തൊപ്പിയും വച്ചാൽ അന്ന് എല്ലാം നിങ്ങൾ ഉടലോടെ സ്വർഗത്തിൽ പോകുന്നതാണോ? നോ. ഉടലോടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിക്കണം. അള്ളാഹുവിൻ്റെ റഡാറാണ് മനുഷ്യ മനസ്സ്. ആ മനുഷ്യ മനസ്സ് എവിടെയാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ അവസ്ഥ എന്ന് ചരിത്രമുണ്ട്. അതാണ് അവിടേക്ക് അള്ളാഹു നോക്കുന്നത്. അല്ല നിങ്ങളുടെ താഴ്മ വട്ടത്താടി മൂട്ടിയത് മുണ്ടുമില്ല, അതൊക്കെ ആയിക്കോട്ടെ, ഒരു തെറ്റുമില്ല. അല്ല നമ്മൾ കുറ്റം പറഞ്ഞില്ല, വേണം, അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല,
നിങ്ങൾ വകുത്തൊരു നമസ്കാരം കിലോമീറ്ററുകൾ ദൂരം ഉണ്ടെങ്കിൽ ജമ്മും കസായിട്ടൊക്കെ നമസ്കരിക്കാൻ ചില വ്യവസ്ഥയുണ്ട്. എന്തെല്ലാം സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ ശാസ്ത്രീയമായിട്ട് ഖുർആനിലും ഹദീസിലുണ്ട്. അത് ചെയ്യാതെ മനുഷ്യൻ കൊണ്ട് പറയിപ്പിക്കില്ലേ? അതുപോലെ മറ്റൊരു സംഭവമാണെന്നും ഞാൻ മുസ്ലിം തങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ഇത് മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസംഗിക്കാണ്. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം AK ചാനലിൽ കൂടിയ റിസൾട്ട്, അതിൻ്റെ 101 കാരണങ്ങൾ പ്രിന്റ് ചെയ്ത് എല്ലാ മുസ്ലിം വീടുകളിലും എത്തിക്കണം എന്ന് പറയും. ഏടോ മരമണ്ടന്മാരായ മുസ്ലിം ലീഗ് നേതാക്കളെ, നിങ്ങൾ ഈ രാജ്യത്തെയും മുസ്ലിം സമുദായം കൊലക്ക് കൊടുക്കാൻ തീരുമാനിച്ചോ? നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന പേരിൽ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവസാനം കൊണ്ട് ലീഗ് ഒഴിച്ച് ബാക്കി എല്ലാം ഒരുമിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് പേര് മാറ്റാൻ വേണ്ടി മാറ്റാത്തത്? ഇതിപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ എന്താണോ? കേരളത്തിലെ അവസ്ഥ എന്താണ്? നിങ്ങളെ മലപ്പുറം ലീഗിനെ മലപ്പുറം മാത്രമല്ല ഇന്ത്യ എന്നുണ്ട്. പിണറായി സഖാവ് പറഞ്ഞ കുറച്ച് നിങ്ങൾ പലരും തെറ്റൊക്കെ പറഞ്ഞു. അതല്ല ഞാൻ പറയുന്നത്, അതല്ല. നിങ്ങൾ കുറച്ചുകൂടി മാനസികമായിട്ടും പിന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളെ മുസ്ലിം എന്ന പേര് എത്രയും പെട്ടെന്ന് മാറ്റ്. നിങ്ങൾ മുഴുവൻ അങ്ങോട്ട് സംഘടിച്ചു വിചാരിക്കുക. ഈ കേരളത്തിൽ മുഴുവൻ മുസ്ലിം സംഘടിച്ചു ഒരു ലേബലിൽ. എടോ, ആസാമിൽ 40% മുസ്ലിങ്ങളുണ്ട്. ഭരണത്തിന് അടുത്ത് പോലും എത്തിയിട്ടില്ല. ഞാൻ പലതും പറയും മുസ്ലിങ്ങൾ 10-40% ഉണ്ട്, കാരണം പിടിക്കുക. അതൊരു വഴി. മറ്റൊരു, നിങ്ങൾ ആദ്യമായിട്ട് മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയധാരയിൽ വരൂ. നമ്മൾ 1940 തുടങ്ങി എൻ്റെ കൂടെ മുസ്ലിം ലീഗ് എവിടെ എത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്ക്. ഇരിക്കുന്നതോട് യാതൊരു വിരോധമില്ല, യാതൊരു ഇഷ്ടക്കുറവുമില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഞാൻ 15 ലിറ്റർ കൊള്ളുന്നൊരു പാത്രം മലവെള്ളം വരാണ്. ആ 15 ലിറ്റർ കൊള്ളുന്ന പാത്രത്തിൽ ആ 16 ലിറ്റർ കൊള്ളുമോ? ബാക്കിയെല്ലാം പുറത്തേക്ക് പോകൂലേ? അതുപോലെ നിങ്ങൾ ന്യൂനപക്ഷ വിഭാഗമായ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം ലീഗ് ഉണ്ടാക്കി വെച്ചാൽ അതിന്റെ അപകടം എന്നറിയോ? ബാക്കി മുസ്ലിം സമുദായത്തിന് നാടിന് ആപത്താണ്. സംഘവിരോധം. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഇന്ത്യയിൽ ഈ സോണിയ കോൺഗ്രസും ഈ ഇന്ത്യൻ ഇവിടെ മുസ്ലിമാണ് BJP അല്ലെങ്കിൽ സംഘപരിവാറിനെ ഇത്രയും എളുപ്പത്തിൽ വളർത്തിയെടുത്തത്. തുറന്ന് പറയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്ന മരമണ്ടന്മാരും സോണിയ കോൺഗ്രസിന്റെ കത്തോലിക്ക കോൺഗ്രസുമാണ് ഇന്ത്യയിലെ സംഘപരിവാറിനെ ഇത്രയും വേഗത്തിൽ വളർത്തിക്കൊടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സോണിയ കോൺഗ്രസ് മനസ്സിലാകുന്നില്ല. ഇവിടെ സോണിയ കോൺഗ്രസ് നിങ്ങൾ 20% മുസ്ലിങ്ങൾ ഇന്ത്യയിലെ, 30 കോടി മുസ്ലിം ഇന്ത്യയിലെ ഇപ്പൊ ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ മത്സരമാണ്. ഇത് കപിൽ സിബലിന്റെ പേരൊക്കെ കിട്ടുന്നത്. എന്തോ 20% മുസ്ലിം സമുദായത്തിൽ 99.9% ഇന്ത്യ മുന്നണിക്ക് സപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ ഒരാൾ മത്സരിക്കാൻ തയ്യാറാകത്ത്? കപിൽ സിബലിന്റെ വർഗം എത്ര ശതമാനമുണ്ട് ഇന്ത്യയിൽ? കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞാൽ നിങ്ങൾ 2% ഇന്ത്യയിൽ കത്തോലിക്ക ക്രിസ്ത്യൻ തന്നെ. അതിൽ കത്തോലിക്ക പേർ 40% 0.4 ഉള്ളൂ. അത് പോട്ടെ, അത് നിങ്ങൾ അയക്കില്ല. എന്നിട്ട് നിങ്ങൾ എൻ്റെ ഈ അന്തോണിയും പിന്നീട് ഉമ്മൻചാണ്ടിയും മനസ്സിലാക്കിയിട്ട് ഈ സമുദായത്തെ ഒറ്റുകൊടുത്ത് ഉമ്മൻചാണ്ടി ഒറ്റുകൊടുത്ത് ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് പറയും. 5ാം മന്ത്രിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ഈ സമുദായത്തെ ലീഗ് മണ്ടന്മാരെ തകർത്ത് കളഞ്ഞ് ഒരു സംഘപരിവാർ വളരാനും BJPക്ക് വളരാനും ഒരു അവസരം കൊടുത്ത് ഈ മഹാനാണ്. അല്ലെങ്കിൽ 5ാം മന്ത്രിസ്ഥാനം മണ്ടത്തിലും കാണിച്ച് കുഞ്ഞാക്ക ചോദിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് പരിഹരിക്കാതെ പുള്ളി 5-6 മാസം കൊണ്ടെടുത്ത് ബോംബെ ഡൽഹിയൊക്കെ കറക്കി കൊടുത്താൽ വെച്ചാൽ രാധാകൃഷ്ണനെ നായരുടെ അടുത്തേക്കും മുരളിയെ ഈയുടെ അടുത്തേക്ക് വിട്ട് ആകെ കൂടി കലക്കി മറിച്ചെടുത്ത്. അത് ഒരൊറ്റ കാരണം കുഞ്ഞാക്ക എന്ന മണ്ടനും ഈ ആന്റണി എന്ന ഉമ്മൻചാണ്ടി എന്ന വിഡ്ഢിയാണ്. തകർത്ത് കളഞ്ഞു. അന്ന് അയാളും വിചാരിച്ചു ഇനി തെണ്ടികൾക്ക് ഈ ഭരണത്തിൽ കൊടുക്കില്ല. അത് വായിൽ 2 ടൈം കഴിച്ച് 3ാം ടൈം വരാൻ പോവാണ്. 3ാമത്തെ ടേമിന് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൽ നടക്കുന്നത് കോൺഗ്രസ് ഭരണത്തല്ല ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗിനെ ഭരണത്തിൽ ഒഴിവാക്കാമെന്ന അതിൽ കുറേ പേര്, എല്ലാവരും ഇല്ല, കുറേ പേര് ഇത് മനസ്സിലാക്കാൻ മുസ്ലിം ലീഗ് മനസ്സിലാക്കാൻ കഴിവില്ലല്ലോ. കുഞ്ഞാക്ക് കഴിവില്ലല്ലോ. ഈ മണ്ടൻ കുഞ്ഞാക്കൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഈ മുസ്ലിം സമുദായത്തെയും രാജ്യത്തെയും നശിപ്പിച്ച് അടുക്കുന്നിരിക്കുകയാണ്. ഞാൻ വേറെ കാര്യം പറയാം, മുഖം ചൊളിച്ചിട്ട് കാര്യമില്ല. വാര്യംകുന്നത്ത് 2 പക്ഷമുണ്ട്. സംഘപരിവാർ അത് രാജ്യദ്രോഹി എന്ന് പറയും, മുസ്ലിം അല്ലാത്തവർ അത് രാജ്യസ്നേഹിതം. 2ലും രാജ്യസ്നേഹി തന്നെ ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ വാര്യംകുന്നത്ത് ചെയ്യേണ്ടിരുന്നറിയോ? വെറുതെ തല്ലുണ്ടാക്കി ആൾക്കെല്ലാം കൊടുക്കാനല്ല വേണ്ടത്. മഹാത്മാഗാന്ധി എന്ത് ചെയ്ത്?
മഹാത്മാഗാന്ധിയോട് ചെയ്താൽ മുസ്ലിം ലീഗിനും ഈ വാര്യകുന്ത ആൾക്കാരും ചോദിക്കണം. ഞാൻ വാര്യകുന്തൻ്റെ അനുഭവമുണ്ട് അതിൽ. പക്ഷെ അദ്ദേഹത്തെ ചെയ്യേണ്ട വെറുതെ ഈ അമ്പച്ചകളെ പോലെ ബ്രിട്ടീഷ് സൈന്യത്തിന് മുമ്പിലേക്ക് ഈ പാവപ്പെട്ട ആൾക്കാരെ വിട്ട് ആയിരക്കണക്കിന് ആളെ കൊന്നില്ലേ, അദ്ദേഹത്തെ കൊന്നില്ലേ. അവിടെ കുറച്ച് നയമാണ് കാണിക്കേണ്ടത്, അവിടെ വിനയമാണ് കാണിക്കേണ്ടത്, ബുദ്ധിയാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ ആര്യം കൊന്നിൻ്റെ കാര്യം പറയുമ്പോൾ സിനിമ പിടിക്കാൻ നോക്കില്ല, എന്ത് പറ്റി? അതിനേക്കാൾ മോശമായ 3-4 സിനിമ ഇറങ്ങിപ്പോയില്ലോ, ഇവർക്കൊന്നും പിടിക്കാൻ പറ്റാത്തത്. അങ്ങനെ എല്ലാ നിലക്കും ഈ സമുദായത്തെ ഇന്ത്യയിൽ പാർശ്വവൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കെ അത് വഴിപതിട്ട് കൊടുക്കാണ് ഈ ലീഗുകാരും ഇപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസ്, സോണിയ കോൺഗ്രസും. ഒരാൾ ഇത് ചോദിക്കുന്നുണ്ടോ? സോണിയ കോൺഗ്രസ് ചോദിക്കണ്ടേ? 20% മുസ്ലിങ്ങൾ ഇന്ത്യയിൽ, അത്രയും ഒരുമിച്ച് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ത്യ ഇല്ല. അത്ര തന്നെ ദളിതുകളുണ്ട്, പക്ഷെ അവർ 2 ഗ്രൂപ്പാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്ന്, BJPക്ക് ഒന്ന്, കോൺഗ്രസ് ഒന്ന്. അതിൽ നിങ്ങൾ ഒരാളെ വെച്ചല്ലോ, നിങ്ങൾ കർണാടക മുഖ്യമന്ത്രിയായിട്ട് വെച്ചല്ലോ. അതേക്കാൾ ഒപ്പം ശക്തിയുള്ള, അതേക്കാൾ ശക്തിയുണ്ട് ഒറ്റ നിൽക്കുമ്പോൾ 99% കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന, ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തവരാണ്. ഇത് നിങ്ങൾ ഇത് പരിഗണിക്കാത്തത്? ഇതൊന്നും ഇത്രയൊന്നും പറയണ്ടെന്ന് ചോദിച്ചാൽ മാറി 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 കോൺഗ്രസ് പുകഴ്ത്തി വരാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന മുഴുവൻ രാഹുൽ ഗാന്ധി എന്താണ് ഈ മുസ്ലിങ്ങളുടെ കാര്യം പേര് പറയുമ്പോൾ ശ്രദ്ധിക്കാത്തത്? ഈ 2% കത്തോലിക്കിനെ കൊണ്ട് നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന വിചാരിച്ചോ? ഭരിച്ചോട് രാഹുലേ, പ്രിയങ്കയെ. ഇപ്പം പ്രിയങ്കയുടെ ഭർത്താവ് വധേരെ വരാൻ പോകുന്നോട്ട് എന്തായിരിക്കും അവസ്ഥ ഇവിടെ? അപ്പോൾ കോൺഗ്രസ്സുകാരോട് പറയണത്, രാഹുൽ ഗാന്ധിയോട് ഞാൻ പറയത്തില്ല, പറഞ്ഞിട്ട് കാര്യം കോൺഗ്രസ്സുകാരോട് പറയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയോട് പറയാണ്. എന്താണ്? 20% ഒരു സമുദായമുണ്ട് ഇന്ത്യയിൽ. അതിൽ 99.9% വോട്ട് നിങ്ങൾക്കാണ്. ഏത്? ഇന്ത്യ മുന്നണിക്കാണ് ഉറപ്പായിട്ടും. 10-14 പേര് പോലും അതിൽ നിന്ന് BJPക്ക് പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രം വേറെ ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഉപരാഷ്ട്രപതി നല്ല അവസരമല്ലേ, നിങ്ങൾ എന്താണ് ഒരു മുസ്ലിം വഹിക്കാൻ ശ്രമിക്കാത്തത്? അതായത് BJP മുൻ മന്ത്രിയായ ഒരാളുടെ പേര് പോലെ ലിസ്റ്റ് ചേർത്ത് വഹിക്കുമെന്നറിയില്ല. എന്നിട്ടും ഈ കോൺഗ്രസ്സിന്, അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ 0.1% വോട്ട് BJP കൊടുക്കുന്നില്ല, എന്നിട്ട് അവർ മുസ്ലിം വഹിക്കാൻ ശ്രമിക്കുന്നു. ബുദ്ധി നോക്കടോ. അതേ സ്ഥാനത്ത് 99.9% വോട്ട് ചെയ്ത ഈ ഒരു വിഭാഗത്തിൽ ഏതായാലും ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് മത്സരം വരാണ്. ഇത്തവണ മുസ്ലിമിന് നിർത്താം. ജയിക്കണം ഇപ്പോഴത്തെ കണ്ടീഷൻ ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. 99.9% സാധ്യത കുറവാണ്. എന്നാലും സ്ഥാനാർത്ഥി വയ്ക്കുമ്പോൾ അതും ആൾക്കാർ ചിന്തിക്കില്ലേ? കോൺഗ്രസ് മിണ്ടിയോ? ഈ KC വേണുപോൽ മിണ്ടിയോ? ആന്റണി മിണ്ടിയോ? ആന്റണി കാണാൻ നല്ല രാഹുൽ ഗാന്ധി വന്നു പറയും, എന്താണ് പഴയ വാർത്ത അറിയില്ല, മിണ്ടിയോ? നമുക്കതല്ല. ഞാൻ നെറികെട്ട് കോൺഗ്രസിനോട് പറയാണ്, അത്ര ക്ഷുഭിതരാണ് ജനങ്ങൾ. അതാണ് നല്ല ഇരിക്കുന്ന കുഴപ്പമുള്ള 99.9% വോട്ട് ചെയ്ത ഒരു സമുദായത്തിൽ 20% ഉള്ളപ്പോൾ 30 കോടികളും വരുന്നില്ലേ? അവരുടെ കാര്യം നിങ്ങൾ എവിടെയെങ്കിലും പരിക്കുന്നുണ്ടോ? ഈ അന്തോണി ചോദിക്കുന്നുണ്ടോ? അന്തോണി നമ്മൾ തള്ളിക്കളഞ്ഞ് പാർട്ടി ഇതൊക്കെ പോകുന്നില്ല. ശശി തരൂർ പറയുന്നുണ്ടോ? KC വേണുപോൽ പറയുന്നുണ്ടോ? പോയിന്റ് നോട്ട് പണം. എന്നാൽ 1002 ഭാഗങ്ങളാണ് ഈ KC വേണുപോൽ ആൾക്കാർ. അവർക്ക് മുഖ്യമന്ത്രിയോടും മത്സരിച്ച കണക്കാണ്. എന്ത് അർഹതയുണ്ട്? എന്ത് നിങ്ങൾ അർഹത ഉള്ളത്? യോഗ്യത ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, യോഗ്യത ഉണ്ടാവും. അർഹത എങ്ങനെ അവകാശത്താ? എന്നിട്ട് നിങ്ങൾ ആകെ ശ്രമിക്കാൻ ഞങ്ങൾ അയക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുഞ്ഞാക്കയും ലീഗും എന്തിനാടോ കുഞ്ഞാക്ക ഇങ്ങനെ നശിച്ച് പോകുന്നത്? 75 വയസ്സായി എന്നെക്കാൾ പ്രായമാണ്. എത്ര കാലം നിങ്ങൾ ഈ ലോകത്തുണ്ടാവും? ഞാൻ പറഞ്ഞു, ഞാൻ എണ്ണപ്പെട്ട ദിവസങ്ങളുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി പറയാം. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ആ മുസ്ലിം എന്ന പേര് മാറ്റാൻ നിങ്ങൾ ഈ സമുദായത്തെ രാജ്യത്തെ നശിപ്പിക്കല്ലേ? നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പറയേണ്ടത് 20% വോട്ട് ചെയ്തിരിക്കുന്ന ഈ നിങ്ങൾക്കാണ്. അതിൽ ഒരാൾ അവർക്ക് മാന്യം അംഗീകാരം കൊടുക്കണം പറയാൻ നിങ്ങൾക്ക് എന്താണ് ധൈര്യം കാണിക്കാത്തത്? അതല്ല, നിങ്ങൾക്ക് നക്കാപ്പിച്ച കിട്ടി, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് അങ്ങോട്ട് പോകും. സമുദായം വഴിയാതെ ഈ ഭരണത്തിൻ്റെ ശീതള ചായയിലല്ല ഈ സമുദായം എന്തെങ്കിലും വളർന്നുണ്ടെങ്കിൽ അവർ ഗൾഫിൽ പോയി പാടുപെട്ട് കണക്കട്ടെ ഹോട്ടലിൽ പാത്രം ഉണ്ടാക്കിക്കൊണ്ട് മക്കളെ പിടിപ്പിച്ച് അങ്ങനെ ചില വളർച്ച ഉണ്ടായത്. മുസ്ലിം ലീഗ് എത്ര വർഷം? 67% മുസ്ലിം ഭരിച്ചിട്ടുണ്ട്. ആ ലീഗിന് കുറേ ശില്പത്തിൽ കിട്ടി, നല്ല വേറെ എന്ത് സമുദായത്തിനുണ്ടായി? നിങ്ങൾ നിങ്ങളുടെ കാര്യം വന്ന് നോക്കിയാൽ മതിയോ? ഇപ്പം നിങ്ങൾ 5 സീറ്റ് കൂടി ചോദിക്കണല്ലോ. നിങ്ങളിപ്പോൾ നശിപ്പിച്ചടങ്ങുള്ളൂ.
ഞാൻ പറയും ശിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ 12 കിലോമീറ്റർ റോഡ് ബ്ലോക്ക് ആയത് പറഞ്ഞാൽ അതേ മൊയ്തീൻ ഷാ പറയാണ് നിങ്ങൾ കാണിക്കുന്ന ഈ മണ്ടത്തരം സമുദായത്തെ ക്ഷീണം ചെയ്യാണ്, രാജ്യത്തെ ക്ഷീണം ചെയ്യാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലീഗ് മുസ്ലിം എന്ന പേര് മാറ്റി വേറൊരു പേരിടണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അപകടത്തിലേക്കാണ്. ഇന്ന് ഒരു മഹാൻ ലീഗിൻ്റെ ആളെന്നാണ് അങ്ങനെ LDF AK സെൻറ്റർ റിസർച്ച് വീക്കിൽ നിലമ്പൂർ കാണിച്ച രേഖയെല്ലാം അടിച്ചത് എല്ലാ മുസ്ലിങ്ങളും വീട്ടിലും കൊടുക്കണം. ഇതല്ലേ RSS പറയുന്നത്, എല്ലാ ഹിന്ദുക്കളും വീട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? എല്ലാ മനുഷ്യരും വീട്ടിൽ എത്തുക ഓക്കെ, എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിൽ എത്തണമെന്ന് RSS പറയുമ്പോൾ നിങ്ങളത് എല്ലാ മുസ്ലിങ്ങളും വീട്ടിലെത്തുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടിലും ഏറ്റവും വലിയ കുഴപ്പക്കാർ സംഘപരിവാറും അതുപോലെ കുഴപ്പമാണ് ലീഗും. നിങ്ങൾ സംഘിതമായി ചിന്തിക്കുന്നു, ജാതിയുമായി ചിന്തിക്കുന്നു, വർഗീയമായി ചിന്തിക്കുന്നു. കോൺഗ്രസ് ഉള്ള 20% വോട്ട് കിട്ടിയിട്ട് നിങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധി പോലും ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിമിൻ്റെ പേര് വെച്ചാൽ നിങ്ങളൊരു മുസ്ലിം വളർത്തിക്കൊണ്ടുണ്ടോ? നിങ്ങൾ ഒപ്പം നിൽക്കാൻ ഒരു മുസ്ലിം ഉണ്ടോ? കാരണം നമ്മൾ പറയുമ്പോൾ എല്ലാം ന്യായമായിരിക്കണ്ടേ? അത് ചോദിക്കുന്നത് വ്യക്തപ്പെട്ട് ഈ ആൾക്കാർ ഞങ്ങളെ സംബന്ധിച്ച ആൾക്കാർ ഞങ്ങൾ എന്തോ പ്രതീക്ഷയാണ് അവർക്ക് വലിയ പ്രതീക്ഷയായിട്ട്. കാരണം നമ്മൾ സ്ഥാനമാനം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സമുദായത്തിന് തുറന്ന് പറയാൻ പറ്റി പറയാൻ അല്പസ്വല്പം കഴിവുള്ള ഒരാളെന്ന നിലയിൽ എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ വളരെയധികം പ്രതീക്ഷ നമ്മളിത് അവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞത് അവരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിപ്പോൾ ആരും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളത് അധികമായിട്ട് വരുന്നില്ല. അപ്പോൾ 20% ഉള്ള മുസ്ലിം സമുദായം അതിൽ 99.9% കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തത് അവരെ കുറിച്ച് ഒരു വാക്ക് ഈ രാഹുൽ പ്രിയങ്ക കോൺഗ്രസ് ആയാലും പറയുന്നുണ്ടോ? ഞാൻ വീണ്ടും കപിൽ സിബലിനെ വൈബ്സുണ്ടാക്കുമ്പോൾ വാർത്ത കിട്ടും. കപിൽ സിബലിൻ്റെ ആൾക്കാർ എത്ര വോട്ടുണ്ട് അവർക്ക്? ഇവിടെ രാഹുൽ ഗാന്ധി കത്തോലിക്ക അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് എത്ര വോട്ടുണ്ട് ഇന്ത്യയിൽ? 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ച് കാക്കാടന്മാരുടെ കാലിൻ്റെ അടയിൽ വന്നാണ് ജയിച്ചു പോയത്. നിങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നുണ്ട്, ഇന്ത്യ BJP തകർക്കുന്നത്. BJP കണ്ണിങ്ങാണ്. ഞാൻ ഒരു കാര്യം ഒരിക്കലും പറയാണ്, അതായത് 0.1% വോട്ട് പോലും മുസ്ലിം സമുദായം BJP ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം മുൻകാലങ്ങളിലും. എന്നിട്ടും ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒരു കാക്കാട് പേര് ചേർത്തിട്ടുണ്ട്. അയാൾ മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു, BJPയുടെ ആൾ വരുന്നത്. എന്നിട്ട് 20% പേര് പോലും വയ്ക്കുന്നത് കയറാത്തില്ല. കപിൽ സിബലിൻ്റെ പേര് വെച്ചോ? ഇതൊന്നും നല്ല സ്വഭാവമല്ല. നിങ്ങൾ ഈ കാണിക്കുന്നത് BJPക്കും സംഘപരിവാറിനും വളരാനും വികസിക്കാനും വളരെ എളുപ്പം സാധിക്കും. അത് രണ്ട് കാരണം, ഒന്ന് ഈ കത്തോലിക്ക കോൺഗ്രസ്, മറ്റൊന്ന് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും. EMS പറയും പോലെ രണ്ട് കാര്യം പറയണം, ഒരാൾ മാത്രമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമാണ്, കത്തോലിക്ക കോൺഗ്രസുമാണ്, അതിൽ സോണിയ കോൺഗ്രസ്സാണ് BJP സംഘപരിവാറിനെ ഇന്ത്യയിൽ ഇത്രയും വേഗം അധികാരത്തിൽ കൊണ്ട് വളർത്താൻ കൊടുത്തത്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ UP ബീഹാറിലെ JDUവിൻ്റെ നിതീഷ് കുമാറെ, അന്ന് നിതീഷ് കുമാർ വന്നപ്പോഴേ അയാൾക്കൊരു സ്ഥാനം കൊടുത്ത് ആ കൂടെ നിർത്തി ഇന്നിപ്പോൾ ഭരണത്തിൽ അത് കിട്ടിയേനെ. പറ്റില്ല. അപ്പം അതിനർത്ഥം ഇപ്പോൾ BJP വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയാകാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുകയാണ് നിതീഷ് കുമാറിന്. അപ്പോൾ ആ സ്റ്റെല്ലിൽ നിന്ന് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെല്ലാം BJPയിൽ പോകും. മനസ്സിലാക്കേണ്ട കാര്യം, ഈ കത്തോലിക്ക കോൺഗ്രസ് BJP താഴെ ഇറക്കാനല്ല അവരുടെ ശ്രമം. പിന്നെ എന്താണ് അവരുദ്ദേശിച്ച ആൾ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടെന്നുള്ള. രാഹുൽ പൊന്നുമോനെ അധികാരത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നത്. പൊന്നുമോനെ അങ്ങനെ കയറൂല സുഹൃത്തെ, അതൊന്നും കയറുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് സംഘപരിവാർ അനുകൂലമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഒരു ശാസ്ത്രീയ കൂട്ടായ്മയാണ്, ഒരു ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്. സർവ്വ രാഷ്ട്രീയ അംശമുള്ള ടീമാണ് ഞങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾ അന്ന് നിതീഷ് കുമാർ ഒഴിവാക്കിയോ? ഒരു മാന്യമായ സ്ഥാനം കൊടുത്തു നമ്മുടെ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിക്ക്. നിങ്ങൾ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ശശി തരൂരിനെ പുറത്താക്കി. ഇനി ആകെ പുറത്താക്കാത്ത ഒരാൾ കൂടെ ഉള്ളൂ, ശിവകുമാർ കർണാടക. അത് പോയി തീർന്നു. അത് ഇന്നലേക്ക് അതിനാവശ്യം പുറത്താക്കുക, കാരണം നിങ്ങൾക്ക് മുകളിൽ പോകുന്നില്ലേ. അതുകൊണ്ട് BJP ഗവൺമെൻറ് താഴെ ഇറക്കുക എന്നുള്ളതല്ല ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ. ഞാൻ ഇത്ര ശക്തിയോടെ പറയാറില്ല, പറയേണ്ടി വരുന്നു. ഓരോ കാര്യം കാണുമ്പോഴും നിങ്ങൾ ശരിയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് BJP ഗവൺമെൻറ് ഇറക്കാനില്ല, നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റുകയും അല്ലെങ്കിൽ ആരും ആകട്ടെന്നുള്ള, അത് തന്നെ അപകടം. ശശി തരൂർ ഇപ്പോൾ ഔട്ടായി, ഇന്നലെ നാളെ ഔട്ടായി, അതും പോയി. ഇനി ശിവകുമാരെ എപ്പോഴെന്ന് അറിയില്ല. ഇതെന്താ ചെയ്യുന്നത്?
ഞാൻ നമ്മളെല്ലാത്തിനും വിമർശിക്കും. ഞാൻ പറയല്ലേ, മുസ്ലിം സമുദായ പള്ളി തീവണ്ടി പോയി തടസ്സം ഉണ്ടാക്കി തെറ്റാന്ന് പറഞ്ഞല്ലേ. നമ്മൾ മുഖം നോക്കിയൊന്നുമില്ല. മുസ്ലിം ലീഗ് ശിഹാബുദങ്ങളാർ ആദ്യം അനുകൂലിച്ചു പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ അതൊരു വശം ഇതൊരു വശം. എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് സംഭവിക്കുന്നറിയോ? എൻ്റെ പൊന്ന മണ്ട ശിരോമണികളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ പറയാണ് ഈ 2026 ഇലക്ഷനോട് കൂടി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എല്ലാം BJP പോകും. BJP അവരുടെ ഓഫീസെല്ലാം കൽക്കട്ടയിലും അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിൽ നടന്നുപോലെ BJP ഓഫീസാകും. അതിൽ എല്ലാ സന്നാഹം ചെയ്തിട്ടുണ്ട്. അതിന് ഈ മുസ്ലിം ലീഗ് അതിന് വഴിമരുന്ന് വെച്ചിട്ട് കിടക്കാണ്. ഈ വെള്ളാപ്പള്ളിക്ക് ഇത്ര പറയാൻ കാരണം എന്താ? നിങ്ങളുടെ അവസാനത്തെ മുഖ്യമന്ത്രി അത് ശ്രമിച്ചാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ച് കേരളത്തിൽ മത്സരിക്കാൻ വന്ന് അപ്പോൾ ആൾക്കാരെല്ലാം മനസ്സിലായി. ബുദ്ധി ഉണ്ടെങ്കിൽ രാജിവെക്കോ? ഇവിടെ മത്സരിച്ച് സ്ഥാനം കിട്ടുകയാണെങ്കിൽ അപ്പോൾ രാജിവെച്ചാൽ പോരെ. ഇപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ മത്സരിക്കല്ലേ, നിങ്ങൾ പടച്ചോനെ ഓർത്ത് കുഞ്ഞാക്കാൻ നിങ്ങൾ ഇത്ര മത്സരിക്കല്ലേ. ഭരണം UDF കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം മത്സരിക്കാം. 10-12 സീറ്റ് മുസ്ലിം ലീഗ് ഒറ്റക്ക് നൽകുമ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ. 10 സീറ്റെങ്കിലും ഒറ്റക്ക്, അത് ഏതൊരു സീറ്റ് മാറ്റിയിരുത്തിയാൽ പോരെ. അതൊന്നും ചെയ്യില്ല. അങ്ങനെ നശിപ്പിച്ച് കളയാണ്. ആ ജോസ് അവിടെ ജോസ് കെ മാണി അവർ LDF കൂട്ട്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞ അവിടെ മറ്റേ വാര്യംകുന്നൻ്റെ കാര്യം, വാര്യംകുന്നനെ കുറിച്ച് ഞാൻ എതിര് പറയില്ല. അദ്ദേഹം കാണിച്ച മണ്ടത്തിലാണെന്നേ. സ്വയം നശിക്കുകയും സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന നല്ല ബുദ്ധി. ഞാൻ സദ്ദാം ഹുസൈൻ്റെ കാര്യം പറഞ്ഞില്ലേ, നാം ഒരാളെ എതിർക്കുമ്പോൾ നാം ഇത് നേടു നോക്കണം. നമുക്ക് നേട്ടമില്ലെങ്കിൽ ആളെ എതിർത്തിട്ട് എന്ത് കാര്യം? ഇപ്പോൾ വാര്യംകുന്ന് അവിടെ എന്താ ചെയ്തിട്ട് കുറേ അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ പറ്റിയെന്നല്ലാതെ അത് കുറേ നിരപരാധികൾ ഹിന്ദുക്കൾ മരിച്ചോണം കൊന്നല്ലാതെ എന്ത് നേടി സമുദായത്തിന് വേണ്ടി? പട്ടാളത്തിന് മുമ്പിൽ പോയി ശ്വാസം കിട്ടാത്ത ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചില്ലേ? അതാണ് ബുദ്ധി. ഞാൻ സദ്ദാമിൻ്റെ കാര്യം എന്താണ്? സദ്ദാം ഉണ്ടാക്കിയ സ്കഡ് മിസൈൽ, അത് എതിർക്കാൻ പാട്രിയോട്ട് മിസൈലുണ്ട് അമേരിക്കയിൽ. അത് ഇസ്രായേൽ പണത്തിന് വിലക്ക് ചോദിച്ചു, അമേരിക്ക കൊടുത്തില്ല. അവസാനം സദ്ദാമിൻ്റെ ഒരു സ്കഡ് ഇസ്രായേൽ വീണ് 2 ഞാറ്റടി കരിഞ്ഞു പോയപ്പോൾ അമേരിക്ക പാട്രിയോട്ട് മിസൈൽ കൊടുത്തു മാത്രമല്ല കൊണ്ട് ഇറക്ട് ചെയ്ത് കൊടുത്ത്, എന്നുവെച്ചാൽ അവിടെ ഉറപ്പിച്ചു കൊടുത്ത്. അപ്പോൾ ആരോടോ നേടിയത്? ആ സദ്ദാം ലോകത്തുണ്ടോ? കുറച്ചുകൂടെ മിതമായിട്ടും മര്യാദയായിട്ടും അമേരിക്കയായിട്ട് നേരിട്ട് കൊടുക്കാതിരുന്നെങ്കിൽ ഇന്നും അയാൾക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ സ്വയം നശിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നത് അതല്ല ബുദ്ധി. അവിടെ ഞാൻ വാര്യംകുന്നൻ്റെ കാര്യം പറഞ്ഞത്. വെല്ലുവിളിച്ച് നിങ്ങൾ കൊല്ലു എന്ന് പറഞ്ഞ് പട്ടാളത്തിന് മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചത്തോവില്ലേ പറഞ്ഞിട്ടുണ്ടോ? ഓടി വന്ന് തീവണ്ടി മുമ്പിൽ നിന്നിട്ട് അവിടെ അള്ളാഹിനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അള്ളാഹ് അനുഭവം നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കണം. സൂക്ഷ്മതയാണ് ഈമാൻ്റെ പര്യായം. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. അല്ല ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് വാരിക്കുന്നതായിട്ട് പോയിട്ട് പാവപ്പെട്ട വികാര ജീവികളാണ് കാക്കാമൽ കുറേ പേര്, അവരെ കൊല്ലാൻ വെച്ചല്ലേ ഉള്ളൂ. സ്വയം അയാൾ മരിച്ചല്ലേ. അതിലിപ്പോൾ ലീഗ് കാണിക്കുന്നത് ആ മുസ്ലിം എന്ന പേരിട്ടുകൊണ്ട് 77 വർഷമായിട്ട് നിങ്ങൾ വല്ലും വളർന്നോ? 80 തുടങ്ങി 45 വർഷമായ BJP ഇപ്പോൾ 11ാമത്തെ വർഷമാണ് ഏതാണ്ട് ഒറ്റക്കനെ ഭരിക്കുകയാണ് ഇന്ത്യ. നിങ്ങൾ ന്യൂനപക്ഷങ്ങളായാലും 3-1 ന്യൂനപക്ഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്നാക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്തെങ്കിലും പേരിടാം. മുസ്ലിമിൻ്റെ ഒരു മാറ്റ്, മുസ്ലിമിൻ്റെ പേരിന് യാതൊരു കുഴപ്പമില്ല. അത് മതത്തിലാണെങ്കിൽ നിങ്ങൾ ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭൗതികമാണ്. ഭൗതികത്തിലെ പേര് ഉപയോഗിക്കില്ലേ? നിങ്ങൾ നശിച്ചു പോകും, സമുദായം നശിക്കും. ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് പ്രാഞ്ചിൽ പരമാവധി മുസ്ലിം സമുദായത്തിൽ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ പുറകിലുണ്ട്. അതിൽ ഒരുപാട് സംഘടന, തങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു, ഒരുപാട് സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ മുസ്ലിം പ്രയോഗം കൊണ്ടാണെന്നേ. അത് മനസ്സിലാക്കാത്തത് എത്ര വർഷം കുഞ്ഞാക്ക നിങ്ങളുടെ മുഖം തന്നെ കണ്ട് ജനങ്ങൾ മടുത്ത്. ഒരു മാറ്റം വേണ്ടേ? വരും തലമുറക്കും അവസ്ഥ കൊടുക്കണ്ടേ? കോൺഗ്രസ് കഴിഞ്ഞ 20 സ്ഥാനാർത്ഥിയോ ഇത് പഴയത് മാത്രം മതി, ആരും പുതിയ വേണ്ട. പാർട്ടി വളർന്നതുകൊണ്ട് ഒരു ഇഞ്ച് പാർട്ടി വളർന്നോ? ഇനിയിപ്പോൾ ഇനി വരാണിപ്പോൾ ആ പഴയത് കിട്ടെ. ഈ കള്ളന്മാരൊക്കെ ചാട്ടുവാറടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞാൽ ഈ കുഞ്ഞാക്കാനും ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ചാട്ടുവാറടിക്കണം. നിങ്ങൾ മാത്രം മതിയോ? പുതുതലമുറക്ക് കൊടുക്കണ്ടേ? അത് ഗതിയായിട്ട് നിങ്ങളുടെ പാർട്ടി കാര്യം. നിങ്ങളെ പേര് മാറ്റിവിട്ടോ, അല്ലെങ്കിൽ സങ്കീർണം. അത് വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത്ര ധൈര്യത്തിൽ പറഞ്ഞെങ്കിൽ അതിൻ്റെ പുറകിൽ ശക്തമായൊരു പിന്തുണയുണ്ടായിട്ടാണോ? PC ജോർജും പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി പറഞ്ഞ എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? ചെയ്യില്ല.
അത് നിങ്ങൾ കാരണമാണ്, നിങ്ങൾ വഴിവെച്ചു കൊടുക്കാണ്. ഇതിപ്പോൾ എങ്ങനെ പറയുന്നത് മനസ്സിലാകണ്ടേ? അതുകൊണ്ട് മുസ്ലിം ലീഗ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ പേര് മാറ്റുക. പിന്നെ നിങ്ങൾ നോട്ടീസ് അടിച്ച് എല്ലാ മുസ്ലിം വീടുകളിൽ കൊടുക്കുന്നത് വർഗീയതയാണ്, വർഗീയ സ്വഭാവമാണ്. നമ്മൾ ഈ ദളിതുകൾക്കുണ്ട് എന്ത് ചെയ്യുന്ന ഉടനെ ദളിത് ഐക്യവേദി, ദളിത് ഐക്യവേദി, ഹിന്ദു ഐക്യവേദി, മുസ്ലിം ഐക്യവേദി. നിങ്ങൾക്കെന്തൊരു മാനവിക ഐക്യവേദി എന്ന് പറഞ്ഞൂടാ? ജനകീയ വേദി എന്ന് പറഞ്ഞൂടാ? എന്താ പറഞ്ഞൂടാ? അതൊക്കെ തെറ്റല്ലേ? അതൊക്കെ മറ്റുള്ള വളരെ ആവശ്യമല്ലേ? എടോ നിങ്ങൾ ഞാൻ പറഞ്ഞു 15% ഒരു ടിന്നിലേക്ക് മലവെള്ളം ഇങ്ങനെ ഒഴുകി വരാണ്. ആ 15 ലിറ്ററുള്ളത് കുപ്പിയിലേക്ക് വീണപ്പോൾ 14 ലിറ്റർ ഉള്ളൂല്. നിങ്ങളിത് മനസ്സിലാക്കാത്തത്. നിങ്ങൾക്ക് മലപ്പുറത്ത് 5-6 സീറ്റ് മതിയോ, അല്ലെങ്കിൽ മലപ്പുറം ലീഗായിട്ട് അതൊന്നും വെച്ചാൽ മതിയോ? അത് എത്ര നാൾ നിൽക്കും? ഇത്തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ ഗുണസഭ തീർന്നല്ല നിങ്ങളെ കേട്ടത്. നിങ്ങൾ പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യും? അവസാനമായിട്ട് ഒരിക്കലും എത്ര പറഞ്ഞാൽ ഞാൻ പറയും, മുസ്ലിം സമൂഹമേ, മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികളെ, നിങ്ങൾ ഏത് ലോക ബുദ്ധിജീവികൾ ചോദിക്കുക, ഈ മൊയ്തീൻ ഷാ പറയുന്നത് എന്താണെന്ന് ചോദിക്കുക. ഇന്ത്യയിൽ നിങ്ങളുടെ ആൾക്കാർ ബുദ്ധിയില്ലെന്ന് മനസ്സിലാക്കി. ബുദ്ധിയുള്ള ഏതെങ്കിലും സംസ്ഥാനത്ത്, ചില അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെയുള്ള മുസ്ലിങ്ങൾ ബുദ്ധിയുള്ളവരുണ്ട്, സായിമാരുള്ള. അവിടെ നിങ്ങൾ ചോദിക്കുക എന്താണ് മൊയ്തീൻ ഷാ പറയുന്നത്, എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത്, സൈഡ് എഫക്റ്റ് എന്നത്, പാർശ്വഫലം എന്താണ്, അതും മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് ഞാനൊക്കെ എത്ര കാലം കൊണ്ടോ പറഞ്ഞു തരാനായിട്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റ് ബുദ്ധിയുള്ള മനുഷ്യ സമൂഹമേ, മുസ്ലിങ്ങളെ, നിങ്ങളെങ്കിലും പറഞ്ഞ് ഈ മണ്ടന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ ഈ മുസ്ലിം പേര് ഉപയോഗിക്കില്ലേ, അത് നമുക്ക് മുന്നണിക്കും നമുക്കും നിങ്ങൾക്ക് ക്ഷീണമാണ്, നിങ്ങൾ പേര് മാറ്റ്, ദേശീയധാരയിലെത്ത് എന്ന് പറഞ്ഞ് നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കില്ല. അത് പറഞ്ഞു കൊടുത്താലേ ഇവർ വളർന്നു പോവും. വളരാൻ പറ്റില്ല. അങ്ങനെ ഇത് കോഴിയുടെ സ്വഭാവമാണ്. കോഴി കാക്കയെ പുറത്തേക്ക് വിടയില്ല, എന്നാൽ അവിടെ തീറ്റിക്കില്ല. ഒന്നുകിൽ തീനാൻ അവസരം കൊടുക്കും, അല്ലെങ്കിൽ അടിച്ചു ഓടിക്കണം. അപ്പോൾ വേറെ പോകും. ഇതാ പോവില്ല, ഒന്ന് അനക്കുള്ളൂ, അപ്പോൾ മാറി വെക്കും. കുറച്ച് വരുമ്പോൾ വീണ്ടും അനക്കും. അങ്ങനെയാണ്. അങ്ങനെ ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായം ശാസ്ത്രീയമായിട്ട് എല്ലാ ബന്ധമുള്ളതാണ് ഇസ്ലാമിക വിവക്ഷയും ഇസ്ലാമിക തത്വസംഹിതം. അത് ശാസ്ത്രീയ ചിന്തയ്ക്ക് മണ്ടത്തരം കാണിക്കാതെ തൊട്ടേനും പിടിച്ചിലൊക്കെ നിങ്ങൾ ശരീരത്തും പറഞ്ഞ അർത്ഥമല്ലേ? ഇപ്പം ഞാൻ ബ്രിട്ടനിൽ 6.5% മുസ്ലിങ്ങളുള്ളൂ. ആ ബ്രിട്ടനിൽ ഒരു കൂട്ടി പറയണ്ടേ മുസ്ലിം രാജ്യം ആകാമാണ്, മുസ്ലിം ബോംബാകാമാണ് ബ്രിട്ടൻ മുസ്ലിം രാജ്യമാകണം. ആകെ 6.5% ഉള്ളൂ. ഇവിടെ ഇപ്പം 20%, 20 വർഷം കഴിയുമ്പോൾ മുസ്ലിം രാജ്യമാകുമെന്ന് പറഞ്ഞാൽ പിണറായി സഖാവ് മിനിയാന്ന് മരിച്ചില്ലേ? പിണറായി സഖാവ് ഇപ്പം 20 വർഷമായില്ലത്. പിണറായി സഖാവ് അന്ന് ഇപ്പം ഏതാണ്ട് 20 വർഷമായി. എന്നിട്ട് എവിടെ മുസ്ലിം രാജ്യം വന്ന്? അതൊക്കെ പറയിപ്പിക്കും നിങ്ങളുടെ മുസ്ലിം ലീഗ് എന്നുള്ള ഇതുകൊണ്ടാണ്. എന്ന് നിങ്ങൾ എന്ത് വളർന്ന്, ഞാൻ നൃത്തമാണ്. 77 വർഷമായില്ലേ? 40 തുടങ്ങിയാണ്, അപ്പോൾ 77 വർഷമായി കാണും. 77 വർഷമായിട്ട് നിങ്ങൾ എവിടെ വളർന്നു, എന്ത് ചെയ്തു? പടവലങ്ങ് വലുപ്പോൾ താഴോട്ട് പോയിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതബസിലെ സാറേ. നിങ്ങൾ എന്തെങ്കിലും കാര്യം ഈ സമൂഹത്തോടും സമുദായത്തോടും എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ മരമണ്ടന്മാരായ ലീഗ് നേതാക്കളെ നിങ്ങൾ ആ പേര് മാറ്റി ദേശീയതാലിലെത്തുക. അല്ലെങ്കിൽ അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നിന്നും ജയ് ഹിന്ദ്.